നമസ്കാരം. രാഷ്ട്രീയം എന്നത് തിരിച്ചടികളുടെയും അതിൽ നിന്ന് ഉണ്ടാവുന്ന തിരിച്ചറിവുകളുടെയും സമന്വയമാണെന്ന് നമ്മൾ പറഞ്ഞു. ആ തിരിച്ചറിവുകളാണ് രാഷ്ട്രീയത്തെ അവസരങ്ങളുടെ കലയാണ്. അവസരങ്ങളുടെ കല എന്നത് നിലനിൽപ്പിൻ്റെ ശാസ്ത്രമാണ്. അതിൽ ആദർശം എത്രമാത്രം കുറയുന്നുവോ അത്രമാത്രം അതിന് പ്രായോഗികത ഏറും. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും നന്നായി അവലോകനം നടത്തിയ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് BJP-യും CPM എന്ന് നമ്മൾ പറഞ്ഞു. കേരളത്തിലെ BJP-യെക്കുറിച്ച് നമ്മൾ പറയില്ല, കാരണം അങ്ങനെ ഒരു പാർട്ടി കേരളത്തിലുണ്ട് എന്ന് അറിയുന്നത് നരേന്ദ്രമോദി കേരളത്തിൽ വരുമ്പോഴാണ്. അപ്പോൾ ഏറ്റവും നന്നായി വിലയിരുത്തൽ നടത്തുക എന്ന് പറയുന്നത് ഏറ്റവും സമ്പൂർണ്ണമായി തങ്ങളുടെ പിഴവുകൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നഷ്ടപ്പെട്ട വോട്ടുകൾ, പ്രദേശങ്ങൾ, അവിടേക്ക് എങ്ങനെ കടന്നു കയറാം എന്നുള്ള ഒരു പ്രായോഗികമായ മാർഗരേഖ, അതിനനുസരിച്ചുള്ള നിലപാട്, അതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പ്രതിപക്ഷ ബഹുമാനമില്ലാതിരുന്ന ഒരു സംവിധാനം ഘടകകക്ഷി രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയും ആ ഘടകകക്ഷികളിൽ പ്രധാനികളായ രണ്ടു പേർ ഇന്നലെ വരെ ശരിയെന്ന് പറഞ്ഞതിനെ ഒരു സീറ്റിന് വേണ്ടിയോ ഒരു വോട്ടിന് വേണ്ടിയോ ഒരെളുപ്പമില്ലാതെ തെറ്റെന്ന് പറയാൻ കഴിയും വിധം ഉള്ള രാഷ്ട്രീയ സത്യസന്ധതപ്പെടുത്തുന്ന ആളുകളാണ്. എന്നിട്ട് കൂടി ഘടകകക്ഷി രാഷ്ട്രീയത്തിലേക്ക് അനായാസം കടന്നു കയറിയ BJP-യെ നമ്മൾ വിലയിരുത്തുന്നു. അത്തരമൊരു രാഷ്ട്രീയ നിലപാടുകളിലേക്ക് എത്തുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചർച്ച ആരംഭിക്കുന്നത്. അപ്പോഴേക്കും ദേശീയ രാഷ്ട്രീയം കൂടുതൽ സംഭവബഹുലമാകും. അതിനിടയിൽ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളുണ്ടാകുന്നു. അതിർത്തി കഴിഞ്ഞ ഒരു വർഷമോ അതിലേറെയായി തുടർന്നു പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര യുദ്ധങ്ങൾ, യുദ്ധം അടുത്തെങ്ങും അവസാനിക്കില്ല എന്നുള്ള തലത്തിൽ കടന്നുപോകുന്നു. ലോകമെമ്പാടും നിർണായകമായ തിരഞ്ഞെടുപ്പുകൾ, ഭരണമാറ്റങ്ങൾ ഉണ്ടാകുന്നു, തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്നു. ഇതെല്ലാം ചേർത്ത അതിസങ്കീർണമായ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക്. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഹരിയാനയും കാശ്മീരും രണ്ടും എല്ലാം കൊണ്ടും പ്രധാനമാണ്. ഇതിൽ ഹരിയാന കർഷകരും ദളിതരും സ്ത്രീകളും ചേരുന്നതാണ് ഇന്ത്യ എന്ന വിശാലമായ ആശയം എന്ന് BJP-യെ പഠിപ്പിച്ച ഒരു പ്രതലമാണ്. അതേപോലെ തന്നെയാണ് കാശ്മീർ. അതിസങ്കീർണമായ ഒരു സാംസ്കാരിക, സാമൂഹിക, നയതന്ത്ര ഭൂമിക. ലോകത്തിൻ്റെ ഘടനയെ തന്നെ നിശ്ചയിക്കും വിധം പ്രധാനപ്പെട്ട ഒരു ഭൂപ്രദേശം. അവിടെയും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകും. ഈ രണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ തന്നെയാണ് കേരളത്തിൽ രണ്ട് തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകും. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ കുടിലത, രാഷ്ട്രീയ കൗശലം, പ്രായോഗികതയിലേക്ക് നമ്മൾ കടക്കും. അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഉളുപ്പില്ലായ്മയോ വ്യക്തിത്വമോ വിഷയമാകുന്നില്ല. മുസ്ലിം ലീഗിലേക്ക് എത്താനും മുസ്ലിം ലീഗിനെ എതിർക്കാനും ചൈനയെ എതിർക്കാനും ചൈനയെ അംഗീകരിക്കാനും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടാത്ത കമ്മ്യൂണിസം എന്ന സാമ്പത്തിക ശാസ്ത്രം എന്ന ആശയം അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. എന്നാൽ അത്
ഏറ്റവും പ്രായോഗികമായി നിഷ്പക്ഷമെന്ന് തോന്നാവുന്ന ചില നിലപാടുകളിലേക്ക് കടക്കുമ്പോൾ അത് സൃഷ്ടിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം പലപ്പോഴും പലവട്ടം നാം ചർച്ച ചെയ്യുന്നു, കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് എല്ലാ കാലത്തും കമ്മ്യൂണിസം തീരുമാനങ്ങളാണ്. ഒരു സിനിമയിൽ പറയുന്ന പോലെ ഒരൊറ്റ സുരേഷ് ഗോപി ചിത്രം മതി ഒരു ശരാശരിക്കാരൻ പോലീസുകാരനാണെന്ന് പറയുന്ന പോലെ മീഡിയ വണ്ണിലെയോ റിപ്പോർട്ടർ ചാനലിലെയോ ഒരൊറ്റ ചർച്ച മതി ഒരു ശരാശരി മലയാളി RSSകാരനാണ്, ഏറ്റവും ചുരുങ്ങിയത് BJPക്കാരനാണ്. ഇത് ഏറ്റവും ഭംഗിയായി കഴിഞ്ഞ 2-3 മാസം കൊണ്ട് തിരിച്ചറിഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPI. ആ തിരിച്ചറിവുകൾ 2 നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെ അത് നിർണായകമാവുന്നു എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഹരിയാനയിൽ കർഷകരും ദളിതരുമെല്ലാം ഉൾപ്പെടുന്ന ഉത്തരേന്ത്യൻ വോട്ട് ബാങ്കിലേക്ക് പോകുമ്പോൾ ജമ്മു കാശ്മീരിൽ അത് ഭൂരിപക്ഷ വോട്ട് ബാങ്കുകളാണ്. രാജ്യത്തിൻ്റെ അഖണ്ഡതയാണ്, മതതീവ്രവാദമാണ്, ഇന്ത്യയുടെ അതിർത്തിയാണ്. ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന് പറയാവുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPI. കാരണം ഇന്ത്യ മുന്നണിയിലെ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി ഒഴിച്ചു നിർത്തിയാൽ, ആം ആദ്മി പാർട്ടി ഘടകകക്ഷിയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, എങ്കിൽ പോലും മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഏറെക്കുറെ പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. അതിനേക്കാളുപരി പ്രാദേശികവാദമുയർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. അവിടെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ കോൺഗ്രസിന് ഏറ്റവും ശക്തമായ ഒരു സാന്നിധ്യമുള്ള, കോൺഗ്രസ്സായി തന്നെ നിലനിൽക്കാൻ കഴിയുന്ന അപൂർവം ചില സംസ്ഥാനങ്ങളിൽ മുന്നിൽ ഏറ്റവും ചെറിയ 5 വർഷം കൂടുമ്പോൾ, ഏറ്റവും ചെറിയ ഒരു 10 വർഷം കൂടുമ്പോഴെങ്കിലും ഭരണത്തിൽ തിരിച്ചെത്താൻ കഴിയുന്ന കോൺഗ്രസ് ഉറപ്പുള്ള ഒരു പ്രദേശത്ത് അസ്തിത്വം നഷ്ടപ്പെട്ട, നിലനിൽപ്പ് നഷ്ടപ്പെട്ട, ജനവിശ്വാസം നഷ്ടപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നഷ്ടപ്പെട്ട വോട്ടുകളിലേക്കും ദേശീയ രാഷ്ട്രീയത്തിലേക്കും കടന്നു കയറാനുള്ള ശക്തവും പ്രായോഗികവുമായ ഒരു ശ്രമം നടത്തുക. നമ്മൾ P. ജയരാജനിൽ നിന്നും ആരംഭിക്കുകയാണ്. തിരുപ്പതി ലഡ്ഡു അവിടെ നിന്ന് തന്നെ നമുക്ക് വാങ്ങാം. P. ജയരാജനിലൂടെ നമുക്ക് തിരുപ്പതിയിലേക്ക് കടക്കാം എന്നാണ് കേരളം ഇപ്പോൾ പറയുന്നത്. പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങളാണ് ഉരുത്തിരിക്കുന്നത്. അതിനെ നമ്മൾ അതിൻ്റെ ആഴത്തിൽ, അതിൻ്റെ ഗൗരവത്തിൽ വിലയിരുത്തുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള BJPയുടെ രാമക്ഷേത്രത്തോടൊപ്പം ചേർന്ന് പോകാവുന്ന പ്രധാനപ്പെട്ട 3 രാഷ്ട്രീയ ആയുധങ്ങളായിരുന്നു ഉദയനിധി സ്റ്റാലിൻ്റെ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട പരാമർശവും ഷംസീറിൻ്റെ മിത്ത് പരാമർശവും. ശബരിമല വിഷയത്തേക്കാൾ തീവ്രമാക്കാൻ ഇതിന് കഴിയുമെന്നത്, തീവ്രതയുണ്ട് ഇതിന് എന്നതിന് പ്രധാനപ്പെട്ട കാരണം പ്രത്യേകിച്ചും ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത്. എന്തുകൊണ്ടെന്നാൽ ശബരിമല ശാസ്താവ് എന്ന് പറയുന്ന ഏറെക്കുറെ ദക്ഷിണേന്ത്യയിൽ ചുരുങ്ങുന്ന ഒരു വികാരമാണ്. തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലുമൊക്കെ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന തീവ്രത കുറഞ്ഞ ഒരു പ്രതിഭാസം. എന്നാൽ വിഘ്നേശ്വരൻ അല്ലെങ്കിൽ കാളി എന്നെല്ലാം പറയുന്നത് കുറേ കൂടി വിശാലമായ അർത്ഥത്തിലുള്ള, ബംഗാളി കാളിയും ഹിമാലയ സാനുക്കളിൽ പരമശിവനും എല്ലാമായി മാറുന്ന ഒരു ഹൈന്ദവ ആശയങ്ങളിൽ ഏറ്റവും പ്രധാനമായി ആർജിക്കുന്നതാണ് വിഘ്നേശ്വരൻ. അവിടെയാണ് ആ വിഷയങ്ങളുടെ ഗൗരവം നമ്മൾ തിരിച്ചറിയുന്നത്. ഈ 2 പരാമർശങ്ങൾ കൊണ്ടും DMKക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ വിലയിരുത്താൻ കഴിയുമെങ്കിലും തമിഴ്നാട്ടിലെ സാമൂഹിക സാഹചര്യവും അവിടെ ഉള്ള ഒരു പ്രതിപക്ഷമില്ലായ്മയും ജയലളിതയെ പോലെയുള്ള ഒരു വലിയ ശക്തിയുടെ അഭാവവും നമ്മൾ വിലയിരുത്തുമ്പോൾ
ഒരു സവർണ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന മുഖച്ഛായ മാറ്റാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് എത്തിച്ചേരാൻ കഴിയുമായിരുന്ന സാമൂഹിക പശ്ചാത്തലം, സാമൂഹിക പ്രതലങ്ങൾ, കടന്നു കയറാൻ കഴിയുമായിരുന്ന സാമൂഹിക ഭൂമിക ഇതിലേറെ വിശാലമായിരുന്നുവെന്ന് ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞത് സ്റ്റാലിനാണെന്ന് നമുക്ക് പറയാം. വോട്ടുകളുടെ ശതമാനം കണക്കെടുക്കുമ്പോൾ അത് ഏറ്റവും ഭംഗിയായി തിരിച്ചറിഞ്ഞത് സ്റ്റാലിൻ തന്നെ. അപ്പോൾ വോട്ടുകൾ ചോർന്നു പോകുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് സ്റ്റാലിൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു തന്നെ എത്തി എന്നുള്ളതിന് ആദ്യത്തെ തെളിവാണ് ഇപ്പോൾ നടക്കുന്ന മുരുക സംഗമം എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഷംസീറുമായി ബന്ധപ്പെട്ട കാര്യം. തിരഞ്ഞെടുപ്പ് ശേഷമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപന നയങ്ങളിൽ വന്ന വ്യത്യാസം, വെള്ളാപ്പള്ളി നടേശൻ്റെ അടക്കമുള്ള വിഷയം, അത് തെളിയിക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെ തിരിച്ചറിയുന്നത്. സനാതനം എന്ന വാക്കിന് സവർണ ഹിന്ദുത്വമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെ തിരുപ്പതി ലഡ്ഡുവിനോ ഗണപതി എന്ന മിത്തിനോ സൃഷ്ടിക്കാൻ കഴിയുന്ന അത്രയും ആഘാതം അതിനെ സൃഷ്ടിക്കാൻ കഴിയും. വിശേഷം ബി ജെ പി ഒരു സവർണ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നുള്ളതും ആ സവർണ മേലങ്കി വലിച്ചെറിയാൻ ബി ജെ പി വിശേഷം RSS വിഭൂത കാണിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി കണക്കില്ല. അവിടെയാണ് നമ്മൾ പ്രായോഗിക രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ള ജ്ഞാനം നമ്മൾ മനസ്സിലാക്കി. കർണാടകയിലെ ഒരുതരം കോൾഡ് വാറിലേക്ക് എത്തിക്കഴിഞ്ഞ ഹിന്ദു മുസ്ലിം സംഘർഷം, വിഘ്നേശ്വര വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിനകത്തുനിന്നുണ്ടാവുന്ന കർണാടകയിലെ നീതിപീഠങ്ങളിൽ നിന്ന് വരെ ഉണ്ടാകുന്ന പരാമർശം, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ സ്റ്റാലിന് ഉണ്ടായ തിരിച്ചറിവ് സിദ്ധരാമയ്ക്കോ ശിവകുമാറിനോ ഉണ്ടായിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പ്രാദേശിക രാഷ്ട്രീയത്തെ, പ്രാദേശിക സംവിധാനങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു കടന്നുകയറ്റമാണ് ബി ജെ പി നടത്തിയത്. മായാവതി അടക്കമുള്ളവർ അതിന് വലിയ തെളിവ്. അതുതന്നെയാണ് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മമതാ ബാനർജിയും കാത്തിരിക്കുന്ന ഏകദേശം അതേ വിധി തന്നെ. കാരണം പ്രാദേശിക രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രാദേശിക വിഷയങ്ങളുമായി ചേർന്ന് പോകുമ്പോഴും അത് ദേശീയതയുമായി ചേർന്ന് പോകണമെന്ന് എന്നുള്ള ഒരു ബി ജെ പി ആശയത്തിന് വലിയ രീതിയിലുള്ള കേൾവിക്കാരുണ്ട്, കാഴ്ചക്കാരുണ്ട്. ആ തിരിച്ചറിവിലേക്കാണ് ഇപ്പോൾ ബി ജെ പി എത്തുന്നത്, CPM എത്തുന്നത്. കാരണം കരുണാകരൻ്റെയും നരസിംഹറാവുവിൻ്റെയും കാമരാജിൻ്റെയും അവരോളം ഇല്ലെങ്കിലും ചിദംബരത്തിൻ്റെയും പോലെയുള്ളവരുടെ അഭാവം, അദീഷിയുടെയും മഹാമൊയ്തീൻ പോലെയുള്ളവരുടെ വരവ് എല്ലാം കണക്കിലെടുക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് വലിയ സാധ്യതകളുണ്ട്. അവിടെയാണ് പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ കുറിച്ചുള്ള ബി ജെ പിയുടെ ജ്ഞാനം കൂടി നമ്മൾ മനസ്സിലാക്കുക. കാരണം ആന്ധ്രാപ്രദേശിൽ മാത്രം ഒതുങ്ങാനുള്ള ചന്ദ്രബാബു നായിഡുവിൻ്റെ പ്രായോഗിക ബുദ്ധി അത് ദേശീയ തലത്തിൽ ബി ജെ പിയും തെലങ്കാന, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ വലിയ അളവോളം സ്വാധീനം. ദേശീയ തലത്തിൽ തനിക്കുള്ള പരിമിതികൾ അറിയുമ്പോഴും സംസ്ഥാന തലത്തിൽ തനിക്കുള്ള സാധ്യതകൾ ചന്ദ്രബാബു നായിഡു തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് തിരുപ്പതി ലഡ്ഡുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി നമ്മളെ അറിയിക്കുന്നത്. തൻ്റെ പിഴവുകളെക്കുറിച്ചും തൻ്റെ പരിമിതികളെക്കുറിച്ചും വ്യക്തമായ ബോധ്യമുള്ള ചന്ദ്രബാബു നായിഡുവിൻ്റെ രാഷ്ട്രീയം വ്യക്തിവിദ്വേഷങ്ങളും വ്യക്തി സ്വാർത്ഥ താല്പര്യങ്ങളുമെല്ലാം അതുമാത്രം ആശയം നിർണ്ണയിക്കുന്ന ചന്ദ്രബാബു നായിഡുവിൻ്റെ രാഷ്ട്രീയത്തിന് ഒന്ന് വലിയ പ്രസക്തി ദക്ഷിണേന്ത്യയിൽ ഉണ്ടാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പറഞ്ഞ പോലെ കരുണാകരൻ്റെയോ നരസിംഹറാവുവിൻ്റെയൊക്കെ അഭാവത്തെ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക്
ഇന്ദിരാഗാന്ധിക്ക് ഒപ്പം നടന്നവരെ പോലെ BJPക്കൊപ്പം അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കൊപ്പം നടക്കാൻ കഴിയുന്നവരായിട്ട് മാറാൻ ചന്ദ്രബാബു നായിഡു തീരുമാനിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. കാരണം ഇന്ത്യ മുന്നണിയിൽ കിട്ടുന്നതിനേക്കാൾ പരിഗണന തനിക്ക് ലഭിക്കുമെന്നും കുറേ കൂടി ശക്തമായ ഒരു സംവിധാനത്തിന് ഭൂരിപക്ഷമാകാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ വരുത്തുന്ന വിട്ടുവീഴ്ചകൾ തങ്ങൾക്ക് പ്രാദേശിക തലത്തിൽ ഗുണം ചെയ്യുമെന്നുള്ള ചന്ദ്രബാബു നായിഡുവിൻ്റെ തിരിച്ചറിവും അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡുവിനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ അധികായനായി മാറാനുള്ള ചന്ദ്രബാബു നായിഡുവിൻ്റെ താല്പര്യങ്ങളെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് ദക്ഷിണേന്ത്യയിലേക്കും അതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ കൂടുതൽ വിശാലമാക്കാനും കഴിയുമെന്ന് നരേന്ദ്രമോദി തെളിയിക്കും. ഈ ബജറ്റ് തന്നെ അതിനുള്ള തെളിവാണ്. ബീഹാറിനും ആന്ധ്രയ്ക്കും വേണ്ടി എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാവുന്ന ബജറ്റ്. അവിടെയാണ് നേരത്തെ പറഞ്ഞ പി ജയരാജനിലേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും നമ്മളെത്തുന്നത്. ഇനി ബാൽ താക്കറയിലേക്ക് കൂടി എത്താൻ കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയും മഹാരാഷ്ട്രയും ചേർന്ന് വലിയൊരു ബെൽറ്റിന് ഹൈന്ദവ ബെൽറ്റിലേക്ക് വിശ്വാസവും അന്ധവിശ്വാസവും മിത്തുകളും എല്ലാം ചേരുന്ന ഒരു വലിയ മേഖലയിലേക്ക് കടന്നു കയറാൻ അതോടെ കഴിയും. അവിടെയാണ് നമ്മൾ വീണ്ടും പി ജയരാജനിലേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും എത്തുന്നത്. അവിടെയാണ് സീതാറാം യെച്ചൂരിയെ പോലുള്ളവർ ലോകത്തു നിന്ന് അപഹാസ്യരാണ്. കാരണം ജന്മിത്വവും ജാതീയതയും ഏകാധിപത്യവും വീരാരാധനയും എല്ലാം നിലനിൽക്കുന്ന പുരുഷ കേന്ദ്രീകൃത വ്യവസ്ഥയുള്ള ഒരു പ്രദേശത്ത് നിന്ന് വന്നിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞുമാറി ഇന്ദ്രപ്രസ്ഥത്തിൽ തമ്പടിച്ചാണ്. ആ കൂട്ടത്തിൽ പെടുന്നതാണ് സീതാറാം യെച്ചൂരി. അവർ വലിയൊരോളം സന്ദേശം സിനിമയിൽ ശങ്കരാടി പോലുള്ളവരെയാണ് ഓർമ്മിപ്പിക്കുന്നത്. സീതാറാം യെച്ചൂരിയുടെ മരണത്തോടുകൂടി ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു നയതന്ത്രജ്ഞയാണ് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നഷ്ടമാണ്. സമൂഹത്തിനോ നാടിനോ ഏതെങ്കിലും രീതിയിൽ ഗുണം ചെയ്ത ഒരാളല്ലെങ്കിൽ പോലും ഇടപെടലുകളിലൂടെ സംഭാഷണ ചാതുരി കൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള വഴക്കം കൊണ്ട് വലിയൊരോളം ഒരു പാലമായിട്ട് കോൺഗ്രസും CPM എന്നുള്ള വലിയൊരു രീതിയിലുള്ള പാലമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സീതാറാം യെച്ചൂരി. അപ്പോഴും ദേശീയ രാഷ്ട്രീയത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തെലങ്കാനയും ആന്ധ്രയും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അത് നക്സലിസം ആവാം, ഗദ്ദറുടെ പാട്ടുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ആ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഇടപെടാൻ തയ്യാറാവാതിരുന്ന ഒരു പറ്റം ആളുകളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ് സീതാറാം യെച്ചൂരി. അവിടെയാണ് നേരത്തെ ചന്ദ്രബാബു നായിഡുവിൻ്റെ പ്രായോഗിക രാഷ്ട്രീയം തിരിച്ചറിയുന്നത്. പ്രത്യേകിച്ചും ഒരു 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 സബ് നാഷണലിസം എന്നൊക്കെ പറയാവുന്ന ഒരു ദേശീയ നിലനിൽക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്താണ് അവരുടെ ആവശ്യം, ഇന്ത്യ എന്ന വികാരത്തിലേക്ക് എത്തണമെങ്കിൽ തെലങ്കാന എന്ന വികാരം കടന്നു പോകണം എന്ന് തിരിച്ചറിയുന്ന ചന്ദ്രബാബു നായിഡുവിനെ പോലെയുള്ള ആളുകൾ വലിയൊരളവോളം കോൺഗ്രസിനെയും CPM-നെയും ഒക്കെ മറികടന്നു പോകുന്നത് BJP-യും CPM-ഉം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കണ്ടെത്തുന്ന രാഷ്ട്രീയ തിരിച്ചറിവ്. സിദ്ധരാമയ്യയ്ക്കും ശിവകുമാറിനും ചിദംബരത്തിനുമെല്ലാം സംഭവിക്കുന്ന ഒരു 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 തിരിച്ചടികൾ പ്രത്യക്ഷത്തിൽ ഉണ്ട് എന്ന് തോന്നുന്നില്ലെങ്കിൽ പോലും ഒലിച്ചു പോകുന്ന ആ മണ്ണിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളതാണ് ചന്ദ്രബാബു നായിഡു. ആദർശ രാഷ്ട്രീയത്തിൻ്റെയോ വക്താവല്ല താനെന്നുള്ളതും ഏത് നിമിഷവും എതിരാളികൾ കടന്നാക്കാൻ വയ്ക്കുന്ന തിരിച്ചറിവുമുള്ള ചന്ദ്രബാബു നായിഡു തൻ്റെ സംസ്ഥാനത്ത് അധികാരം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു, കുറെ കൂടി വിശാലമാക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പ്രാദേശികവാദം ഉപയോഗിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ കടന്നു ചെല്ലാൻ കഴിയില്ല എന്ന് തിരിച്ചറിവ് ഏറ്റവും ആദ്യം ഉണ്ടായ വ്യക്തികളിൽ ഒരാൾ തന്നെയാണ് ചന്ദ്രബാബു നായിഡു എന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയത്. അതേ തിരിച്ചറിവാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുണ്ടായത്. പ്രാദേശിക വാദത്തെക്കാളപ്പുറം പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിക്കൊണ്ട് ദേശീയ തലത്തിലേക്ക് കടന്നു വരേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇത് കാണിക്കുന്നത്. അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെ
പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ പ്രതിദാനം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം വളരെ വൈകിയ വേളയിലെങ്കിൽ പോലും തിരിച്ചറിഞ്ഞ CPM നമ്മുടെ മുന്നിൽ. മമതയും ശിവകുമാറും അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇസ്ലാമിക ഭീകരവാദത്തെ ഇവരെ എല്ലാം പോലെ അല്ലെങ്കിൽ ഇവരെക്കാൾ കൂടുതൽ അളവിൽ വോട്ട് ബാങ്കായി കണ്ട ഒരു പ്രസ്ഥാനം തള്ളിപ്പറയുക. ഒറ്റ നോട്ടത്തിൽ അത് ഹിന്ദു വോട്ടുകളിൽ മടങ്ങിയെത്താനുള്ള ഉദ്യമമായിട്ട് നമുക്ക് കാണാം. മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടുത്തുമെന്ന് നമുക്ക് കാണാം. എന്നാൽ ആത്യന്തികമായി അത് ലീഗിനെയും കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയുമാണ് സമ്മർദ്ദത്തിലാണ്. ആ തിരിച്ചറിവാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പക്വതയായിട്ട് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിച്ച രാഷ്ട്രീയ പക്വതയായിട്ട് നമ്മൾ മനസ്സിലാക്കി. കാരണം ജമാഅത്തെ ഇസ്ലാമിയും സമസ്തയും SDPയും മദനിയും വിഷ്ടവുമെല്ലാം വലിയ അളവോളം വലിയ രീതിയിൽ ഇവരുടെ എല്ലാം വോട്ട് ബാങ്കായി. ലീഗിലൂടെ മുസ്ലിം വോട്ടുകളിൽ കടന്നു കയറുന്ന ശ്രമം വരെ പലസ്തീൻ വിഷയം അടക്കം ഏറ്റെടുത്തുകൊണ്ട് CAA അടക്കം ഏറ്റെടുത്തുകൊണ്ട് കുറച്ച് മാസങ്ങൾ മുമ്പ് നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയും സമസ്തയും SDPയും മദനിയും വിഷ്ടവുമെല്ലാം വയനാട്ടിൽ വെച്ച് തന്നെ തള്ളിപ്പറയേണ്ട ഇവയെല്ലാം വയനാട്ടിൽ വെച്ച് തന്നെ തള്ളിപ്പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധിയെ P. ജയരാജനിലൂടെ അല്ലെങ്കിൽ CPMലൂടെ അല്ലെങ്കിൽ P. ജയരാജനിലൂടെ പിണറായി വിജയൻ നിർബന്ധിതരാണ്. ഇത് ഈ പ്രസ്ഥാനങ്ങളെയെല്ലാം ഈ സംവിധാനങ്ങളെയെല്ലാം മതരാഷ്ട്രവാദത്തെയെല്ലാം യാഥാസ്ഥികത്വത്തെയെല്ലാം തള്ളിപ്പറയാൻ രാഹുൽ ഗാന്ധി നിർബന്ധിതനാവുമ്പോൾ ഇതിലെ ആദ്യത്തെ സമ്മർദ്ദം ഇതിലേറ്റവും ആദ്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിൽ അടിപ്പെടാൻ പോകുന്നത് BJP. ആ യാഥാർത്ഥ്യമാണ് CPM തിരിച്ചറിയുന്നത്. ഒരുപക്ഷെ നരേന്ദ്രമോദി തിരിച്ചറിഞ്ഞു. ചന്ദ്രബാബു നായിഡുവിനെ ആന്ധ്രാപ്രദേശിൽ നിക്ഷേപിച്ചുകൊണ്ട് തെലങ്കാനയിലേക്ക് കൂടി കടന്നു കയറാൻ കഴിയുന്ന നരേന്ദ്രമോദി ചന്ദ്രബാബു നായിഡുവിൻ്റെ പരിമിതികളും ആവശ്യങ്ങളും തിരിച്ചറിയുന്നത് നരേന്ദ്രമോദി. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ CPM അവലംബിച്ചത്. കാരണം BJPയിലേക്കുള്ള ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ശക്തമായ ഒഴുക്കോടെ BJPയിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ മതേതര കാഴ്ചപ്പാട് ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ വലിയ രീതിയിൽ ചിന്നിച്ചെറിപ്പോകാനുള്ള ഒരു സാഹചര്യമാണ് ഇത് സൃഷ്ടിക്കുന്നത്. ഇസ്ലാമിക ഭീകരവാദ ആശയങ്ങളെ തള്ളിപ്പറയാൻ രാഹുൽ ഗാന്ധി നിർബന്ധിതരാകുന്നതിലൂടെ ലീഗോ കോൺഗ്രസോ ഒരേ സമയം നിർബന്ധിതരാകുന്നതിലൂടെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒരേപോലെ നഷ്ടപ്പെട്ട വിശേഷിച്ച് കോൺഗ്രസ് നഷ്ടപ്പെട്ട ക്രിസ്ത്യൻ വോട്ടുകൾ അടക്കമുള്ളവ ചിഹ്നിച്ചതിനാണുള്ള സാധ്യത. അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ ചന്ദ്രബാബു നായിഡുവിനെ ഉപയോഗിച്ചുകൊണ്ട് സർവ്വസ്വതന്ത്രനായിട്ട് വിട്ടുകൊണ്ട് നരേന്ദ്രമോദി നടത്തുന്ന രാഷ്ട്രീയത്തിൻ്റെ ആ മർമ്മം CPM എത്രമാത്രം തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ പിണറായിയോ P. ജയരാജനോ എത്രമാത്രം തിരിച്ചറിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം കുറച്ച് വ്യക്തികളിലേക്കോ ചുരുങ്ങുന്ന കേരളത്തിലെയും കർണാടകയിലെയും BJPക്ക് ഇത് വലിയ സമ്മർദ്ദം സൃഷ്ടിക്കും. കാരണം കർഷകരിലേക്കും ദളിതരിലേക്കും സ്ത്രീകളിലേക്കും ഗാന്ധിയിലേക്കും എത്താൻ മാത്രമേ ഉത്തരേന്ത്യയിൽ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ് മോഡിയെപ്പോലെ തന്നെ മോഡി അടക്കമുള്ള BJP സംവിധാനത്തിന് ഗോരക്ഷകരെയും അന്ധവിശ്വാസങ്ങളെയും തള്ളിപ്പറയാൻ അവരും ഗോരക്ഷകരെയും നേരത്തെ പറഞ്ഞ അന്ധവിശ്വാസം തള്ളിപ്പറയാൻ കൂടി നേരത്തെ പറഞ്ഞ BJPയും മോഡിയും നിർബന്ധിക്കുക. കാരണം ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ അന്താരാഷ്ട്ര തലത്തിൽ BJPക്ക് വളരെ നിർണായകമാണ്. വിശേഷിച്ച് മോഡി ഇല്ലാതെ യോഗിക്കടക്കം നിലനിൽപ്പില്ല എന്നുള്ള തിരിച്ചറിവ് യോഗിയെപ്പോലെ ഒരാളെ അന്താരാഷ്ട്ര ബിംബമായി ഉയർത്താനുള്ള അവരുടെ ശ്രമങ്ങൾ മുമ്പ് തന്നെ നമ്മളത് തിരിച്ചറിഞ്ഞു. എങ്കിൽ പോലും അത്തരമൊരു ആത്മവിശ്വാസം BJPക്ക് ഉണ്ടായിരുന്നു. മോഡിക്ക് പകരം ആയിട്ട് യോഗിയെ ഉയർത്തിക്കാട്ടാം എന്നുള്ള ഒരു രീതി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു വിശ്വാസം. ആ വിശ്വാസം എല്ലാം പാടെ തകിടം പറയുമ്പോൾ
അന്താരാഷ്ട്ര തലത്തിൽ സ്വയം ഒരു നയതന്ത്രജ്ഞനായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന മോഡിക്ക് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വിശ്വാസം ആവശ്യമാണ്. ഇസ്ലാമിക ഭീകരവാദത്തെ തള്ളിപ്പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സൃഷ്ടിക്കുന്ന സമ്മർദ്ദത്തിൽ കോൺഗ്രസ് കൂടി നിർബന്ധിതരായാൽ ഹൈന്ദവ ഭീകരവാദത്തെ തള്ളിപ്പറയാൻ BJP നിർബന്ധിതരാകും. അതല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകൾ നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം മോഡിക്ക് ശേഷമുള്ള നേതൃനിര ഇതുവരെയും നേരിടുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രധാനപ്പെട്ട ആശങ്കയാണ് BJP സംബന്ധിച്ചത്. അതുകൊണ്ട് തന്നെ AAP കടക്കം ഇതൊരു അവസരം. ഒരു നാലാംകിട രാഷ്ട്രീയക്കാരനെ അധപ്പതിച്ച കരുതുവാണ്. ഒരു പതിറ്റാണ്ട് മുമ്പ് ഡൽഹിയിൽ തന്നെ കാണാൻ വന്ന ആൾക്കൂട്ടം എന്താണ് ആഗ്രഹിച്ചെന്ന് തിരിച്ചറിയേണ്ടത് ഒരു വലിയ അവസരമാണ്. ഇത് മതേതര ഇന്ത്യക്കും വലിയൊരു സാധ്യത. കാരണം കലർപ്പില്ലാത്ത ലഡുവിൻ്റെ മധുരം മതേതര ജനാധിപത്യ ഇന്ത്യ നുണയാൻ പോകുക. തിരുപ്പതിയിലെ ലഡു വിവാദം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള BJPയുടെ കടന്നുകയറ്റത്തിന് ശക്തി കൂട്ടുമ്പോൾ ഇസ്ലാമിക ഭീകരവാദത്തെ എതിർക്കുന്നു എന്ന് മറ്റൊരിടത്ത് സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ധാരണ ഉണ്ടാക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞാൽ യാഥാസ്ഥിക ഹിന്ദുത്വവാദത്തിന് വലിയൊരളവ് തിരിച്ചടിക്കുന്നു. ഹിന്ദു സമൂഹത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ BJP മാത്രമല്ല ഉള്ളത് എന്നുള്ള ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, ഇസ്ലാം ഭീകരവാദത്തെ എതിർക്കുന്നത് BJP മാത്രമല്ല എന്നുള്ള ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ യാഥാസ്ഥികത, എല്ലാ മതങ്ങളെയും യാഥാസ്ഥികത, അത് കാസയാവാം, RSS ആവാം, വലിയൊരളവോളം തിരിച്ചടിഞ്ഞു. ഒരു സമുദായത്തിൻ്റെ ഒരു അവകാശത്തിന് പ്രതിനിധികളായിട്ട് കുറച്ച് ആളുകൾക്ക് വരാൻ കഴിയുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ സാഹചര്യമാണ് ഇല്ലാതാവാനുള്ള സാധ്യത നമ്മളിപ്പോൾ കാണുന്നത്. കാരണം ആധുനിക ഗോൾവാൾക്കറായ സായി ദീപക്കിനെ പോലെയുള്ളവർ ഈ ലഡുവുമായിട്ട് തിരുപ്പതിയിൽ, ഒപ്പം നിഷ്പക്ഷനാവാൻ RSS തന്നെ അനൗദ്യോഗികമായി നിയോഗിച്ചെന്ന് നമുക്ക് പറയാൻ കഴിയുന്നു രാഹുൽ ഈശ്വർ. ഇവിടെ തമ്മിലുള്ള വ്യത്യാസം ഏറെക്കുറെ സമീപനത്തിൽ മാത്രമാണ്. ഒരുപക്ഷെ പിണറായിയും കോടിയേരിയും തമ്മിൽ ഇത് വലിയ ഒരു അവസരം. ഇസ്ലാം ഭീകരവാദത്തെ തള്ളിപ്പറയാൻ, ഇസ്ലാം ഭീകരവാദത്തെ വോട്ട് ബാങ്ക് ഉപയോഗിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു സംവിധാനങ്ങൾ തയ്യാറാകുമ്പോൾ തങ്ങളുടെ സ്വത്വത്തിൽ അഭിമാനം കൊണ്ടുകൊണ്ട് രൂപപ്പെടുന്ന വലതുപക്ഷം വലിയൊരു സമ്മർദ്ദത്തിൽ. ഇത് ഒരാഗോള പ്രതിഭാസമാണ്, ഒരാഗോള യാഥാർത്ഥ്യം. കാരണം അബ്ദുൽ നാസർ മദനിയുടെ സ്വീകരണ യോഗത്തിൽ നിന്ന് പാലസ്തീൻ അനുകൂല റാലിയിലേക്കുള്ള വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ചിദാനന്ദപുരി മുതൽ മെലോണി വരെയുള്ളവർക്ക് അവർക്ക് ചുറ്റും വലിയൊരു ആരാധകബന്ധം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് വലുതാവുന്നുണ്ട്. അവരുടെ പിൻഗാമികളായി അവരുടെ വഴിയിൽ അവരെ കടത്തിവെട്ടാൻ പോകുന്നവർ വരാൻ തയ്യാറായി നിൽക്കുന്നു, വന്നുകൊണ്ട് വോട്ട് ബാങ്കുകളെയും വോട്ട് ബേസുകളെയും തിരിച്ചറിയുന്നത് സാമൂഹികമായി വലിയൊരു ശരിയാണ്. ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങളിൽ BJP എടുത്ത നയങ്ങൾ അത് സൂചിപ്പിക്കും. ആ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരു മതത്തിൻ്റെ, ഒരാശയത്തിൻ്റെ, ഒരാദർശത്തിൻ്റെ അവകാശികളായിട്ട് ഒരു പിടി ആളുകൾ വരുമ്പോൾ നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്ന പോലെ വലിയൊരു മത്സരം ഉണ്ടാകുന്നു. ആ വലിയ മത്സരം നിലവാരമുയർത്താനും ആ സംവിധാനത്തിൻ്റെ, ആ ഉപകരണത്തിൻ്റെ വില കുറയ്ക്കാനും പ്രാപ്തമാണ്. ഇത് അതേ രീതിയിൽ തന്നെ സംഭവിക്കുന്നു. നിലവാരമുയർത്തുക, വില കുറച്ചുകൊണ്ട് അതിൻ്റെ മൂല്യം നിർത്തുക, മതേതത്വത്തിലേക്കും ജനാധിപത്യത്തിലേക്കും മതത്തിൻ്റെ തീവ്ര നിലപാടുകളെ എതിർക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കും വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കടന്നു വരാനുള്ള ഒരു അവസരമാണ് നമുക്ക് കാണാൻ. തിരുപ്പതി ലഡു വിഷയം ഒരു വലിയ തിരിച്ചറിവ്. ഇന്ത്യൻ സേനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇവിടെയെല്ലാം മധുര നിലപാടുകൾ കൊടുക്കുന്ന ആദ്യം നമുക്ക് കണ്ടിട്ടില്ല.
ആ മതേതര നിലപാട് ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസിനെ, കേരളത്തിലെ കോൺഗ്രസിനെ CPM വെല്ലുവിളിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ അതിന് ആദ്യത്തെ പ്രത്യാഘാതം ഉണ്ടാകുന്നത് BJP. നമുക്ക് കൂടുതൽ വിശാലമായ പ്രാദേശിക രാഷ്ട്രീയത്തിലേക്ക് കടക്കാം. മതത്തിന് വിധി നിർണ്ണയിക്കാൻ കഴിയാത്ത ഒരു വലിയ രാഷ്ട്രീയം. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു അവസരമായിട്ട് ഇന്ത്യൻ ജനാധിപത്യം വളരെ സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോകുന്നു. വലതുപക്ഷം ലോകമെമ്പാടും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഭാഷയ്ക്കും എൻ്റെ മതത്തിനും എൻ്റെ ജാതിക്കും എൻ്റെ കുലത്തിനും സംരക്ഷണം നൽകാൻ എനിക്ക് എൻ്റേതായ ഒരു രാഷ്ട്രീയ സംവിധാനം വേണമെന്ന്, അല്ലെങ്കിൽ ആ സംരക്ഷണം നൽകുന്ന രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് ഞാൻ കടന്നു വരണമെന്നും വിശ്വസിക്കുന്ന വലതുപക്ഷത്തെ എതിർക്കാൻ ലോകത്തൊരു ഇടതുപക്ഷമില്ല എന്നുള്ളതാണ്. അത് കമ്മ്യൂണിസ്റ്റായും കോൺഗ്രസ്സായും ഡെമോക്രാറ്റായും എല്ലാം ചിഹ്നിച്ചെടുക്കുന്നു. അവയിൽ വലിയ അളവോളം ഈ പറയുന്ന സംവിധാനങ്ങളുടെ പീഡനം അതിനെ തുടച്ചു മാറ്റുന്ന അവസരമായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ കളർപ്പില്ലാത്ത ലഡുവിൻ്റെ മധുരം മതേതരൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ വിശാലമായ, കൂടുതൽ തുറന്ന തീരുമാനങ്ങൾക്ക് മതരാഷ്ട്രീയ സംഘടനകളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ രാഷ്ട്രീയ ചൂതാട്ടത്തെ നമുക്ക് വിലയിരുത്താം. താങ്ക് യു.